ഈ വെള്ളത്തിനടിയിൽ എന്താ ഒളിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നമ്മുടെ മാറ്റി വെച്ച് തപ്പി വയ്ക്കാലോ. ഇന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വന്ന സ്പോട്ടിലാണ് പിന്നെയും വന്നിരിക്കുന്നത്. എന്തെങ്കിലും ഹെവി ആയിട്ട് നമുക്ക് ഈ വെള്ളത്തിനടിയിൽ നിന്ന് കിട്ടിയാലോ. അത്യാവശ്യം ആഴമുള്ള സ്പോട്ടാണ്. ഇതൊരു പബ്ലിക് സ്വിമ്മിംഗ് പൂളാണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഐറ്റങ്ങൾ കിട്ടുമെന്ന് കരുതിയാണ് നമ്മൾ ഈ സ്പോട്ടിൽ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഏകദേശം അരമണിക്കൂർ അടുത്തായി നമ്മൾ ഈ സ്പോട്ടിൽ നിന്ന് കാശ് ചെയ്യുന്നു. എന്നിട്ടാണ് നമ്മൾക്ക് ഓരോ ചെറിയ ചെറിയ ഐറ്റങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. അത്യാവശ്യം നല്ല ആഴമുണ്ട് ഈ സ്പോട്ടിൽ. എന്തെങ്കിലും ഹെവി ഐറ്റം കിട്ടും എന്ന് കരുതുന്നു. അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട്. നമ്മൾ നിൽക്കുന്ന സൈഡിലൂടെയാണ് വെള്ളം പാസ് ചെയ്ത് വെളിയിലോട്ട് പോകുന്നത്. ബാക്കി എല്ലാ സൈഡും ബണ്ട് വെച്ച് അടച്ച് കെട്ടി സുരക്ഷിതമാക്കിയേക്കാണ്. അപ്പം നമുക്ക് ഈ കാസ്റ്റിങ്ങിൽ എന്തെങ്കിലും വെറൈറ്റി ഐറ്റം കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. അപ്പം നമുക്ക് നോക്കാം എന്താണ് നമ്മളെക്കാട്ട് വെള്ളത്തിനടിയിൽ ഒളിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ കാസ്റ്റിങ്ങിൽ കിട്ടിയ അത്യാവശ്യം ഗോൾഡൻ നിറമുള്ളൊരു കമ്പിയാണ്. ഇത് കണ്ടിട്ട് ആദ്യം ഞാൻ വിചാരിച്ചു ഗോൾഡാണ് എന്ന്. ഗോൾഡ് കിട്ടി രക്ഷപ്പെട്ടു വന്നു. പിന്നെയാണ് മനസ്സിലായത് മെറ്റലിൻ്റെ പീസാണ്. അത്യാവശ്യം നല്ല വഴക്കമുള്ള ഒരു ഗോൾഡൻ ഷെയ്ഡുള്ള ഒരു ഐറ്റമാണ് നമുക്ക് ഈ കാസ്റ്റിങ്ങിൽ ഈ വെള്ളത്തിൻ്റെ ഉള്ളിൽ കിട്ടിയത്. ഇതെന്താ ഐറ്റം എന്നറിയത്തില്ല. ഇനി എന്തിൻ്റെ പാർട്സോ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് അറിയത്തില്ല. എന്തായാലും അത്യാവശ്യം പഴക്കമുള്ള വെറൈറ്റി ആയിട്ടാണ് നമുക്ക് ഇവിടുന്ന് ഈ സ്പോട്ടിൽ അത്യാവശ്യം നല്ല ദൂരത്തോട്ട് സ്പോട്ട് മാറ്റി നമുക്കൊന്ന് കാശ് ചെയ്ത് നോക്കാം. നമ്മൾ ആ സൈഡിൽ കാശ് ചെയ്തിട്ട് നമുക്കൊരു ഐറ്റമാണ് കിട്ടിയത് അത്രയും നേരമായിട്ട്. അപ്പോൾ നമുക്കിനി സ്പോട്ട് മാറ്റി കാശ് ചെയ്താലേ എന്തെങ്കിലും വെറൈറ്റി ഐറ്റം ഈ സ്പോട്ടിന് കിട്ടുള്ളൂ. അത്യാവശ്യം നല്ല ആഴമുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ മാൻഡ് അത്യാവശ്യം നല്ല ദൂരത്തോട്ട് കാശ് ചെയ്ത് താന്നു പോകുന്നുണ്ട്. എന്നാലും അത്യാവശ്യം നല്ല ലോങ്ങിലോട്ടാണ് നമ്മൾ കാശ് ചെയ്യുന്നത്. എന്തെങ്കിലും വെറൈറ്റി ഐറ്റം കിട്ടിയാലോ. ഇനി നമുക്ക് പതുക്കെ പതുക്കെ വലിക്കുക എന്നാണല്ലോ. കാരണം നമ്മുടെ മാൻഡിൽ എന്തെങ്കിലും ഐറ്റം ഹുക്കാവുണ്ട്. ഹുക്കാനുള്ള ടൈം കൊടുത്താലേ അത് നമുക്ക് സെറ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ അത്യാവശ്യം താഴത്തോട്ട് ഇറങ്ങി നിന്നിട്ടുണ്ട്. നമുക്ക് മേളിൽ നിന്ന് കാശ് ചെയ്യാനായിട്ട് പാടാണ്. കാരണം ഇത്രയും പുല്ലുംകൊട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഐറ്റം കിട്ടിയാൽ നമ്മുടെ ഇന്ന് മിസ്സാവും. അപ്പോൾ നമുക്ക് ഈ കാശിങ്ങിലും എന്തെങ്കിലും വെറൈറ്റി ഐറ്റം കാണുമെന്ന് പ്രതീക്ഷിക്കാം. കിട്ടിയിട്ടുണ്ട്. ഒരു വെറൈറ്റി ഐറ്റം കിട്ടിയിട്ടുണ്ട്. ഇത് എന്തായിട്ട് നടത്തില്ല. ഇത് കണ്ടിട്ട് എന്തിൻ്റെ പാർട്സാണെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല തുരുമ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയ ഐറ്റമാണ്. ഇതിൻ്റെ രണ്ട് സൈഡിലും ഉണ്ട് ഹോള്. ഇതിൻ്റെ സെൻറ്ററിലും ഒരു ഹോളുണ്ട്. ഇത് എന്തായിട്ടും നടത്തില്ല. എന്തായാലും നിറയെ തുരുമ്പുകളും നല്ല പഴക്കമുള്ള ഐറ്റമാണ് ഇവിടുന്ന് കിട്ടുക. ഇനി പണ്ട് കാലത്തെ എന്തെങ്കിലും ഐറ്റങ്ങളാണെന്ന് നടത്തില്ല. ഇതിൻ്റെ പഴക്കം നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പം എന്തായാലും ഒരു വെറൈറ്റി ഐറ്റം ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓരോ തവണ കാശ് ചെയ്യുമ്പോഴും നമ്മൾ സ്പോട്ട് മാറ്റിയാണ് കാശ് ചെയ്യുന്നത്. കാരണം നമ്മൾ ആദ്യം കാശ് ചെയ്ത് പോയടുത്ത് പ്രത്യേകിച്ചൊന്നും കാണത്തില്ലല്ലോ പിന്നെയും. അപ്പോൾ നമുക്ക് വേറെ സ്പോട്ട് നോക്കി വേറെ ലൊക്കേഷൻ നോക്കിയാണ് നമ്മൾ കാശ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ദൂരത്തോട്ട് മാൻഡ് താന്നു പോകാൻ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെയും കാശ് ചെയ്യുന്നത്. ഈ സൈഡിലാണ് ഒഴുക്ക്. നോക്കിയെന്നില്ല നമ്മൾ ഇതിലെ വെള്ളത്തിൻ്റെ കൂടെ ഒഴുകി പോകും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ട് പറയാനും മറക്കല്ലേ. അത്യാവശ്യം നല്ല ആഴമുണ്ട്. ഹെവി ആഴമുണ്ട്. നമുക്ക് നോക്കിയതിൻ്റെ അടിവശം കാണാൻ പറ്റില്ല. അത്യാവശ്യം നല്ല ചെളിയുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഈ അടുത്ത് വരുമ്പോൾ മാത്രമാണ് നമ്മുടെ മാൻഡ് കാണാൻ പറ്റുന്നത്. എന്തെങ്കിലും ഹെവി ഐറ്റം ഉണ്ടെന്ന് നമുക്ക് തോന്നില്ല. കാരണം നമ്മുടെ മാൻഡിലൊന്നും കാണാൻ പറ്റില്ല. ഇനി എന്തെങ്കിലും ചെറിയ ഐറ്റം നമ്മുടെ മാൻഡിൽ ഒളിഞ്ഞിരിപ്പുണ്ടല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ കാസ്റ്റിങ്ങിൽ പ്രത്യേകിച്ച് ഒന്നും കിട്ടുന്നില്ല. സ്ഥിരം കിട്ടുന്നൊരു കുറേ മാൻഡിനുണ്ട്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഇതിനകത്ത് മാൻഡിനുണ്ട്. പിന്നെ ചെറിയൊരു മെറ്റലിൻ്റെ പീസും ഉണ്ട്. എന്തായിട്ടും നടത്തില്ല. അതൊരു ഗോൾഡൻ കളറല്ല, ഒരു സിൽവർ കളറാണ്. അപ്പോൾ എന്താണ് വെറൈറ്റി ഐറ്റം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത സ്പോട്ടിൽ കാണാം.